റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച ചേർത്തുവെക്കലിന്റെയും സഹാനുഭൂതിയുടെയും വർണ്ണമുഹൂർത്തം സമ്മാനിച്ച മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് ജുമായുടെ കർമ്മങ്ങളായ ബാങ്ക് വിളി, മഅ്ശിറ, ജുമാ ഖുത്ബ, നിസ്കാരം, പ്രാർത്ഥന, തുടർന്ന് നടന്ന പ്രഭാഷണം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് കാഴ്ചാ പരിമിതിയുള്ള ഭിന്നശേഷി പണ്ഡിതർ. അരികുവൽക്കരിക്കുന്നവരെ ചേർത്തുവെച്ച് സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമാക്കുന്നതിന്റെ നേർസാക്ഷ്യമായിരുന്നു ഈ കാഴ്ചകൾ. ഏറെ കൗതുകത്തോടെയും ഹൃദയഹാരിയോടെയുമായിരുന്നു മഅദിൻ ഗ്രാൻഡ് മസ്ജിദിലെത്തിയ ആയിരങ്ങൾ ഓരോ കർമ്മങ്ങളെയും വരവേറ്റത്. പള്ളിക്കകത്ത് ഉൾക്കൊള്ളാനാവാതെ വിശ്വാസികളുടെ നിര പുറത്തേക്ക് നീണ്ടു. കേരളത്തിൽ തന്നെ ആദ്യമായാണ് പൂർണ്ണമായി ജുമാ കർമ്മങ്ങൾക്ക് ഭിന്നശേഷി പണ്ഡിതർ നേതൃത്വം നൽകുന്നത്. 3 പേരും മഅദിൻ തഹ്ഫീലുൽ ഖുർആൻ കോളേജ് വിദ്യാർത്ഥികളാണ്. അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിലെ ജേതാവ് കൂടിയായ ഷബീറിന്റെ വശ്യമനോഹരമായ ഖുത്തുബയും പാരായണ ശൈലിയും വിശ്വാസികളുടെ മനം കുളിർപ്പിച്ചു. കഴിഞ്ഞ തവണ ദുബായ് ഗവൺമെന്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുത്ത് അവാർഡ് കരസ്ഥമാക്കിയിരുന്നു. الذي فضل المؤمنين بالشهر المبارك على سائر ذوي الأديان أحمده حمد الشكر بلا خسران وأشهد أن لا إله إلا الله وحده لا شريك له ذو الكرم والإحسان. മഅദിൻ ബ്ലൈൻഡ് സ്കൂളിൽ 1ാം ക്ലാസ്സിലെത്തിയ ഷബീർ അലി 10ാം ക്ലാസ്സിൽ 9A+ കരസ്ഥമാക്കിയാണ് SSLC പാസ്സായത്. +2വിൽ 75% മാർക്കും കരസ്ഥമാക്കി. തുടർന്ന് മഅദിൻ തഹ്ഫീലുൽ ഖുർആൻ കോളേജിൽ പഠനമാരംഭിച്ച ഷബീർ അലി 1.5 വർഷം കൊണ്ടാണ് ബ്രെയിൽ ലിപിയുടെ സഹായത്തോടെ ഖുർആൻ മനഃപ്പാഠമാക്കിയത്. കലോത്സവ്, സാഹിത്യോത്സവ് എന്നിവകളിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷബീർ അലി എടപ്പാൾ പോത്തനൂർ സ്വദേശി താഴത്തേലപ്പറമ്പിൽ ബഷീർ നദീറ ദമ്പതികളുടെ മൂത്ത മകനാണ്. ബാങ്ക് വിളി, മഅ്ശിറയ്ക്ക് നേതൃത്വം നൽകിയ ഹാഫിൽ ഉമറുൽ അക്സം കാപ്പാട് സ്വദേശി ഹമീദ് സൈനബ ദമ്പതികളുടെ മകനാണ്. ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായ അക്സം ഖുർആൻ പാരായണം, മദ്ഹ് ഗീതങ്ങൾ എന്നിവയിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ജുമായ്ക്ക് ശേഷം പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയ ഹാഫിൽ സിനാൻ പെരുവള്ളൂർ തേനത്ത് ഷംസുദ്ദീൻ സൊഫിയ ദമ്പതികളുടെ മകനാണ്. പ്രസംഗം, എഴുത്ത് എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല പരിജ്ഞാനമുള്ള സിനാൻ തന്റെ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇവർക്കായി പ്രത്യേകമായുള്ള സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങളും പകർന്നു നൽകുന്നു. ഈയൊരു കാലഘട്ടത്തിൽ സ്ഥാപനം നൽകിയ പ്രചോദനം വളരെ വലുതാണ്. അതോടൊപ്പം ഞങ്ങൾ ഉസ്താദുമാരും ഞങ്ങൾ അധ്യാപകരൊക്കെ നൽകിയ ഒരു പിന്തുണ, അതുമാത്രമാണ് ഞങ്ങളെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് എന്ന് വളരെ കടപ്പാടോടുകൂടെ എല്ലാവരോടും നന്ദിയോടുകൂടെ അറിയിക്കാനാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം, അതും വിശാലമായ ധാരാളം ആളുകൾ വരുന്ന പള്ളിയിൽ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ കിട്ടിയതിൽ ആദ്യമേ അള്ളാഹുവിന് സ്തുതി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. അതുപോലെ നമ്മളെ തങ്ങളുടെ ഉസ്താദ്, അതുപോലെ നമ്മൾ ഇതിനൊക്കെ പ്രാക്ടീസും നമുക്കുള്ള എല്ലാവിധ സഹായങ്ങളും നൽകിയ ഉസ്താദുമാർക്കൊക്കെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞാനിവിടെ 8ാം ക്ലാസ് മുതലാണ് വരുന്നത്. ആ വന്ന സമയം മുതൽ ഇതുവരെയുള്ള എൻ്റെ ഓരോ കഴിവുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വേണ്ട പരിശീലനങ്ങൾ ഈ സ്ഥാപനം എനിക്ക് നൽകി വരുന്നുണ്ട്. വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു അവസരം ലഭിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. കാരണം ലോകത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഭിന്നശേഷിക്കാരായ ആളുകൾ അന്യവൽക്കരിക്കപ്പെടുമ്പോൾ മഅദിൻ ചേർത്ത് പിടിക്കുന്നത് അത് ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയായി. ഈ റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വിശ്വാസികൾക്ക് എന്തുകൊണ്ടും ഉപകാരപ്രദമായ ഒരു വെള്ളിയാഴ്ച വിശ്വാസികളുടെ മുന്നിൽ ഒരു പ്രസംഗം നടത്താൻ അവസരം കിട്ടിയതിന് അതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾക്ക് ശാരീരിക വൈകല്യങ്ങളുണ്ടെങ്കിലും അകക്കാഴ്ച കൊണ്ടും കഠിന പ്രയത്നങ്ങൾ കൊണ്ടും അവർ ഏറെ മുന്നിലാണെന്നും ഇത്തരക്കാരെ മുൻനിരയിലെത്തിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും ഈ മക്കളുടെ കഴിവുകൾ എല്ലാവർക്കും പ്രചോദനമാണെന്നും മഅദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പറഞ്ഞു. ഏറ്റവും പ്രധാന ദിനമായ റംലാനിലെ ആദ്യ വെള്ളിയാഴ്ച തന്നെ ഭിന്നശേഷി മേഖലയ്ക്ക് ഇത്തരമൊരു അവസരം നൽകിയ ഖലീൽ ബുഖാരി തങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും ഈയൊരു പരിഗണന ഭിന്നശേഷിക്കാർക്കാകമാനം അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷങ്ങളാണെന്നും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അധ്യാപക ഫോറം പ്രസിഡന്റ് സുധീർ കൊല്ലം പറഞ്ഞു.
ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായുള്ള മഅദിൻ ഏബിൾ വേൾഡിന് കീഴിൽ നിരവധി നേട്ടങ്ങൾ ഇതിനകം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. JRF, നെറ്റ് കരസ്ഥമാക്കിയവർ, അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ അവാർഡ് ലഭിച്ചവർ, ഹാൻഡിക്രാഫ്റ്റ് മേഖലയിൽ മികവ് തെളിയിച്ചവർ തുടങ്ങി വിവിധ നേട്ടങ്ങൾ കൈവരിക്കാൻ മഅദിൻ ഏബിൾ വേൾഡിന് കീഴിൽ സാധിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.